അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ മാത്രമായി മാറുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ നിലനിൽപ്പാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഇന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾക്ക് പുറകിലും അദ്ദേഹത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും പശ്ചാത്തലവുമുണ്ട്. താൻ ഒരു വലിയ മനുഷ്യനാണ്, ഒരു മഹാനാണ്, അമേരിക്കയുടെ രക്ഷകനാണ്, ലോകത്തിന്റെ നേതാവാണ് എന്നൊക്കെ വരുത്തി തീർക്കേണ്ടത് ട്രംപിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ട്രംപ് അങ്ങനെയൊക്കെ ആണെന്നോ ആകുമെന്നോ കരുതി വോട്ട് ചെയ്ത് ട്രംപിനെ ജയിപ്പിച്ചവരാണ് അമേരിക്കക്കാരിൽ ഭൂരിപക്ഷം പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ അങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കാൻ ട്രംപ് നിർബന്ധിതനുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആണവ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് വീമ്പ് പറയുന്നതും തായ്ലൻഡ് അല്ലെങ്കിൽ കംബോഡിയൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് താനാണെന്ന് വീമ്പ് പറയുന്നതും ഒക്കെ അതിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയാത്തത് ഒരു നാണക്കേടായി തുടരുമ്പോൾ ആ നാണക്കേട് മറയ്ക്കാൻ മറ്റു പലതും എടുത്ത് അതിന്റെ മുകളിലൂടെ അദ്ദേഹം മൂടിയിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരന്റെ സ്റ്റേറ്റ്മെന്റുകളായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഇത് സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുകയുണ്ടായി, അല്ലെങ്കിൽ പറയുകയുണ്ടായി. അതിപ്രകാരമാണ്: നാളെ ചിലപ്പോൾ പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ പോലും സാധ്യതയുണ്ട് എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. അത് പറയാനുണ്ടായ പശ്ചാത്തലം, പാകിസ്ഥാനിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ അടുത്തും വെസ്റ്റ് ബംഗാളിന്റെ അടുത്തും ഒക്കെ ആയിട്ട് എണ്ണ നിക്ഷേപം ധാരാളം ഇന്ത്യയിലും കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ രീതിയിൽ പാകിസ്ഥാനിലും പലയിടങ്ങളിലും എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പാടങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ചെയ്തൊരു കാര്യമാണ്. ഈ എണ്ണപ്പാടങ്ങളുടെ കരാറ് ലഭിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക്, വിശേഷിച്ച് ട്രംപ് സർക്കാരിന് പാകിസ്ഥാനോടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടാവും. ട്രംപ് തന്നെ പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ടു. പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് അമേരിക്ക അവരുമായി ചേർന്ന് പ്രവർത്തിക്കും. അതിന് നേതൃത്വം നൽകുന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ. ഒരുപക്ഷെ ഒരു ദിവസം അവർ ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ സാധ്യത പോലുമുണ്ട് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത്. വൈറ്റ് ഹൗസ് വിവിധ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പല രാജ്യങ്ങളുടെ നേതാക്കളുമായും ഞാൻ സംസാരിച്ചു. അവരെല്ലാം അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സൗത്ത് കൊറിയൻ വ്യാപാര പ്രതിനിധി സംഘവുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അവർക്ക് നിലവിൽ 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. അത് കുറയ്ക്കാൻ അവർ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളും അവരുടെ താരിഫ് കുറയ്ക്കുന്നതിനായി ഇത്തരം ഓഫറുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കും. ഉചിതമായ സമയത്ത് ഇത് സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു 25% നികുതി ചുമത്തിയിട്ടുണ്ട്, താരിഫ് ചുമത്തിയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് റഷ്യയും നമ്മളും തമ്മിലുള്ള അടുപ്പം, റഷ്യയുമായിട്ട് നമ്മൾ ആയുധ കച്ചവടം നടത്തുന്ന കാര്യങ്ങളൊക്കെ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അമേരിക്കൻ കമ്പനികൾക്ക് മുമ്പിലുള്ള താരിഫ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാനുള്ള ഒരു തടസ്സം അതും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് 25% താരിഫ് ചുമത്തിയത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു അത് മാറാം. ട്രംപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അദ്ദേഹം അമേരിക്കക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട്. അതായത് വെറും ഉടായ്പ്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ട്രംപ് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇന്ത്യയുമായിട്ട് നല്ലൊരു ധാരണയിൽ എത്തി എന്ന് പറഞ്ഞു വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ ഇതാ നശിക്കാൻ പോവാണ്, തകരാൻ പോവാണ്. ആ സമയത്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് രക്ഷപ്പെടണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിപ്പോവാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പെട്ടു, ഞാൻ മുങ്ങിപ്പോവാൻ പോവാണ്, ഞാൻ ഇനി മരിച്ചു പോവും, ഈ വെള്ളത്തിൽ ഞാൻ മുങ്ങി ചത്തുപോകും എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു നിമിഷം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വെപ്രാളം കാണിക്കും. കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് എന്താണെങ്കിലും വേണ്ടില്ല, അതിൽ പിടിച്ച് കരകയറാം. കാരണം മനസ്സിലാക്കി കഴിഞ്ഞു ഞാനിതാ അടുത്ത നിമിഷം മരിക്കാൻ പോവാണ്, എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു വെപ്രാളം, അതിനെ നമുക്ക് മരണ വെപ്രാളം എന്ന് വിളിക്കാം. ഈ ഒരു ഘട്ടത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എത്തി നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അമേരിക്കയുടെ ഉള്ളിലുണ്ട്. അമേരിക്ക എന്താണെന്നും അതിന് എന്തുമാത്രം കഴിവുണ്ടെന്നും എന്തിനൊക്കെ സാധിക്കുമെന്നും നമ്മളെ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിനാണ്. അവരുടെ ഈ കഴിവുകേടുകളെ കുറിച്ചും അവർക്കറിയാം. അപ്പൊ അവർ മനസ്സിലാക്കുന്നത് അവരെക്കാൾ കേമന്മാരായിട്ടുള്ള ആരൊക്കെയോ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അവരുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ്. ഇങ്ങനെ പോയാൽ നാളെ ചൈന അമേരിക്ക മറികടക്കും, ചിലപ്പോൾ ഇന്ത്യ മറികടക്കും, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ പോകും. അപ്പൊ അമേരിക്കയുടെ ആ ഒരു ലോകത്തെ മേധാവിത്വം ഇല്ലാതാകും. ഇങ്ങനെയുള്ള പേടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവസാന ശ്രമം എന്നുള്ള രീതിയിൽ US ചെയ്യാണ്. അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് US ഇപ്പോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ അമേരിക്ക, ഇവരുടെ കാല് പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനെ കൊണ്ട് ആകെ പറ്റുന്നത്. കാരണം US-നെയും ചൈനയും ഒന്നും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. ഇപ്പൊ ഇന്ത്യയിൽ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയെന്ന് വയ്ക്കുക, ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി നിക്ഷേപങ്ങൾ കണ്ടെത്തിയെന്ന് വയ്ക്കുക, ഇന്ത്യൻ കമ്പനികളായിരിക്കും മുന്നോട്ട് വരിക ആണല്ലോ. അവരത് ഖനനം ചെയ്തെടുക്കും. ചിലപ്പോൾ അന്താരാഷ്ട്ര പങ്കാളിത്തമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും, ഇന്ത്യൻ കമ്പനി ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ കണ്ടുപിടിച്ചു, അത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളുമാണ്. ഇപ്പോൾ ആ പാകിസ്ഥാനിലെ എണ്ണ നിക്ഷേപം കണ്ടുപിടിച്ചു. ഉടനെ തന്നെ പാകിസ്ഥാൻ അത് അമേരിക്കയുടെ മുമ്പിൽ കാൽക്കൽ കൊണ്ട് വെച്ചു കൊടുത്തു, ട്രംപിന്റെ കാലിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഇതാ ചേട്ടാ എഗ്രിമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് വെച്ചു കൊടുത്തു. ട്രംപിന് സന്തോഷമായി. ട്രംപ് കൈ കിടക്കുന്ന മോതിരം, കഴുത്തിലിട്ടിരിക്കുന്ന മാല, അരഞ്ഞാണം എല്ലാം ഊരിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ്. രാജാവ് പ്രജകൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന പോലെ എറിഞ്ഞു കൊടുക്കുകയാണ്. മോനെ ഇതുകൊണ്ട് പണയം വെച്ച് നിങ്ങൾ 4 നേരം കഞ്ഞി വെച്ച് കുടിക്കുക എന്ന് പറഞ്ഞ്, അതാണ് ആ ഒരു സെറ്റപ്പ്. ഈ US-ഉം പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെയാണ്. ബോസും അല്ലെങ്കിൽ ബോസിന് കീഴിലുള്ള തൊഴിലാളി അല്ലെങ്കിൽ അടിമ, ആ തരത്തിലുള്ള ഒരു ബന്ധമാണ് അവിടെ. ഞാനിത് പാകിസ്ഥാനെ കളിയാക്കാൻ വേണ്ടി പറയുന്നില്ല, അതൊരു ഫാക്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയും US-ഉം തമ്മിൽ ട്രേഡ് ഡീൽ എന്തിനു വൈകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ. പക്ഷെ അമേരിക്ക ഒരിക്കലും ഇന്ത്യയുടെ മുമ്പിൽ അവർ വഴങ്ങിക്കൊടുത്തു എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ അതിനു മുമ്പ് അവർ കാണിക്കുന്ന കുറെ ഉടായ്പ പരിപാടികളാണിത്. ഒടുവിൽ ഇത് ട്രംപ് ആഗ്രഹിക്കുന്നത് അമേരിക്ക ഇന്ത്യയുമായിട്ട് ഭയങ്കരമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ട്രംപിന്റെ മിടുക്ക് കൊണ്ട് ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് ഇത് ലോകത്തെ അറിയിക്കണം. ഇതാണ് ട്രംപിന് വേണ്ടത്. അതിനു വേണ്ടിയാണ് ട്രംപ് ഈ കളികളെല്ലാം കളിക്കുന്നത്. ഇനി ഞാൻ പ്രേക്ഷകർക്ക് ചില കമന്റ്സ് വായിച്ചു കേൾപ്പിക്കാം. ഫ്രണ്ടിന്റെ കരളിന്റെ കരളായ മൈ ഫ്രണ്ടിന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട്? മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, യു ആർ നോട്ട് മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ജിയുടെ ബ്രണ്ട് ചതിച്ചു. ഫ്രണ്ടിന് സമാധാനമായല്ലോ. ഇന്ത്യയെ ട്രംപിന് കൊട്ടാനുള്ള ചെണ്ടയാക്കി മാറ്റിയത് അല്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇങ്ങനെ പോകുന്നു കമന്റുകൾ. അപ്പൊ ഇവിടെ നമ്മളെ മനുഷ്യന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ വലിയ പ്രബുദ്ധരാണ്, വലിയ ബുദ്ധിമാന്മാരാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവരാണെന്നൊക്കെയാണല്ലോ നമ്മൾ മലയാളികൾ സ്വയം കരുതുന്നത്. നമുക്കിടയിലുള്ള കുറെ ആളുകൾ ഈ പാകിസ്ഥാനിലെ എണ്ണപ്പാടവുമായി ബന്ധപ്പെട്ട അമേരിക്ക എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും വേണ്ടി വന്നാൽ നാളെ ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുകയും ചെയ്യാമെന്നൊക്കെ ഉള്ള ട്രംപിന്റെ ഒരു പോസ്റ്റ് വാർത്തയായി വരുമ്പോൾ ഒരു മലയാളം ചാനൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകളിൽ കുറച്ചെണ്ണമാണ് ഞാൻ ഈ വായിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ എന്താണ് ബന്ധം? ഇരുവരും 2 രാഷ്ട്രങ്ങളുടെ തലവന്മാരാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് ഇരുന്ന സമയത്ത് ട്രംപിനൊപ്പം നരേന്ദ്രമോദി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു, നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. അത് പിന്നീട് ബൈഡൻ വന്നപ്പോൾ ബൈഡന്റെ ഭരണകാലത്തും നരേന്ദ്രമോദി അത്തരം ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, G7 ഉച്ചകോടിയിലോ G20 മറ്റോ ആണ്. നരേന്ദ്രമോദി നിൽക്കുന്നത് കണ്ട് അങ്ങ് ദൂരെ മാറി നിന്നിരുന്ന ബൈഡൻ ഓടി വന്ന് നരേന്ദ്രമോദിയെ തട്ടി വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ്. അതിന് കാരണം അവിടെ നരേന്ദ്രമോദി മാത്രമല്ല നിന്നത്, വേറെയും ലോകരാഷ്ട്ര നേതാക്കന്മാര്, തലവന്മാര് നിന്നിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയെ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് വിളിച്ചു മാറ്റി നിർത്തി സംസാരിച്ചതും സൗഹൃദം പങ്കിട്ടതും. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാര് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഒരു വേദിയിൽ നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ പ്രയോറിറ്റി അമേരിക്കൻ പ്രസിഡന്റ് മോദിക്കാണ് കൊടുക്കുന്നത്. ഞാൻ ബൈഡന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ ബൈഡനുമായിട്ടും നരേന്ദ്രമോദിക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനെ നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചിട്ടില്ലേ? റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ടില്ലേ? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് യാത്ര അയച്ചു നരേന്ദ്രമോദി ഫ്രാൻസിൽ പോയപ്പോ. ഇത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ടല്ലേ? ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയുമായിട്ട് നരേന്ദ്രമോദിക്ക് അടുത്ത സൗഹൃദമില്ലേ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തല്ലേ? ഇവരൊക്കെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ സൗഹൃദങ്ങളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഉണ്ടാക്കിയ സൗഹൃദമാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനോ അല്ല. നരേന്ദ്രമോദിക്ക് അങ്ങനെ വീർപ്പിച്ചു കൊണ്ടു കൊടുക്കാൻ കുടുംബമോ കുട്ടികളോ ഒന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കുറെ പണം സമ്പാദിച്ചു കൂട്ടുന്നു എന്ന ആക്ഷേപം ആർക്കും ഉണ്ടാവുകയുമില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാഷ്ട്ര തലവന്മാരുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് 100 വട്ടമല്ല 1000 വട്ടം ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്നതിന് ഒരു കാരണം നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹത്തിനുള്ള സൗഹൃദം കൂടി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ട്രംപിന്റെ നിലപാടുകളോട് നമുക്ക് കടുത്ത എതിർപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അമേരിക്കയ്ക്ക് തന്നെയാണ് ദോഷം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും ശുദ്ധ പൊട്ടത്തരമാണ്. ഇതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് എവിടെയും വഴങ്ങി കൊടുത്തിട്ടില്ല. നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ നരേന്ദ്രമോദി എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ നരേന്ദ്രമോദി വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ കയ്യിൽ S-400 എന്ന് പറയുന്ന ലോകത്തിലെ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാവില്ല. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നമ്മൾ ഫലപ്രദമായി പാകിസ്ഥാനെ പ്രതിരോധിച്ചതിൽ വളരെയധികം ഉപയോഗിച്ച ഒരു ആയുധമാണ് S-400. ഇത് അമേരിക്കയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ വാങ്ങിയ ഒന്നാണ്. ട്രംപ് ഇന്ത്യയുടെ മേൽ ഉപരോധ ഭീഷണി വരെ മുഴക്കി. അന്നും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വഴങ്ങിയില്ല. രാജ്യ താല്പര്യമാണ് പ്രധാനമെന്ന് അറിയിച്ചു. അമേരിക്കയുടെ F-35 ആ സമയത്തും പരോക്ഷമായിട്ട് ട്രംപ് ഓഫർ ചെയ്തതാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം തരാമെന്ന് പറഞ്ഞു. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ S-400 വാങ്ങിയത്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം കൂടി പറയാം. ഇന്ത്യക്ക് കുറേയേറെ യുദ്ധവിമാനങ്ങൾ ആവശ്യമായിരുന്നു. ഇന്ത്യയെ വിവിധ രാജ്യങ്ങൾ സമീപിച്ചു. അതിൽ റഷ്യ ഉണ്ടായിരുന്നു, അതിൽ ഫ്രാൻസ് ഉണ്ടായിരുന്നു, അതിൽ അമേരിക്ക ഉണ്ടായിരുന്നു. ഇന്ത്യ ചൂസ് ചെയ്തത് ഫ്രാൻസിനെയാണ്. അമേരിക്ക ഈ F-16 അടുത്ത വേരിയന്റ് F-16 F-22 ഇടയിലായിട്ട് വളരെ മികച്ചൊരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് വേറെ ഒരു രാജ്യത്തിനും കൊടുക്കില്ല, ഇന്ത്യക്ക് മാത്രം. F-21 എന്ന് അവരതിന് പേരുമിട്ടു. ഈ ഒരു സാധനം നമ്മൾ തരാം, നിങ്ങൾ തയ്യാറാണോ? ഇന്ത്യയിൽ തന്നെ നമുക്ക് നിർമ്മിക്കാം, അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഓഫറുകളുമായിട്ട് വന്നപ്പോഴും ഇന്ത്യ അത് നിരസിച്ചിട്ട് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങളാണ് വാങ്ങിയത്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സ്വാധീനം ചെലുത്തിയതായി കാണാൻ കഴിയുമോ? ഇല്ല. അതായത് ദേശ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് മോദി ട്രംപ് സൗഹൃദം ഒരു തരത്തിലും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ആ സൗഹൃദത്തിന് മുകളിൽ നരേന്ദ്രമോദിക്ക് എന്നുള്ളത് വ്യക്തമാക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കൻ എയർക്രാഫ്റ്റ് വാങ്ങണ്ടേ? ഇനി മൂന്നാമത്തെ സംഭവം കൂടി പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയപ്പോൾ ട്രംപ് ഇന്ത്യക്ക് F-35 ഓഫർ ചെയ്തു. ഇന്ത്യ അത് സ്വീകരിച്ചോ? ഈ നിമിഷം വരെ ഇല്ല. ഇതുവരെ ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ നിബന്ധനകൾ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ ആ ഓഫർ സ്വീകരിക്കൂ. അമേരിക്ക പറയുന്ന നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഇത് വാങ്ങാൻ പോകുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ എത്ര എണ്ണമാണ് കാത്തിരുന്നതെന്ന് അറിയാമോ? സൗദി, UAE ഇവർക്കൊക്കെ F-35 കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ട്രംപ് ഓഫർ ചെയ്തില്ല. ഇന്ത്യക്ക് പക്ഷെ ഓഫർ ചെയ്തു. എന്നിട്ടും നരേന്ദ്രമോദി അത് ഇതുവരെയും എസ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ വലിയ എതിർപ്പ് ട്രംപിനുമുണ്ട്, ബൈഡനുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. ഇന്ത്യ അത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? റഷ്യയുമായിട്ട് ഇപ്പോഴും നമ്മൾ വ്യാപാരം തുടരുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്ന് എത്ര തവണയാണ് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇന്ത്യയോട് പറഞ്ഞത്? ഇന്ത്യ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു തരത്തിലും വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇപ്പൊ ട്രംപ് പാകിസ്ഥാനുമായി സഹകരിക്കുന്നത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യ അമേരിക്കയുടെ ശത്രുവായ റഷ്യയുമായിട്ടും സൗഹൃദത്തിലാണ്. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനുമായിട്ട് തങ്ങൾ സൗഹൃദം ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ട്രംപ് ചോദിച്ചാൽ നമുക്ക് ട്രംപിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന്റെ പേരിൽ നമ്മൾ ട്രംപിനെ എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥവുമില്ല. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാണെന്ന് പറയാനും മൈ ഫ്രണ്ട് ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവർക്കും ഈ ലോകത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ലോക വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ് ഇത്തരം പരിഹാസ കമന്റുകൾ ഇടുന്നത്. സ്വയം ഒരു പൊട്ടക്കിണറ്റിൽ കടന്നുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഈ ലോകം മുഴുവൻ കാണുകയാണ്, ഇതാണ് പ്രപഞ്ചം, ഈ പൊട്ടക്കിണറാണ് ലോകത്തെ മഹാപ്രപഞ്ചം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ, സ്വയം പ്രബുദ്ധരെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ് ഇത്തരം വേണ്ടാധീനം കമന്റ് ബോക്സുകളിലും മറ്റും എഴുതി വെക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് ഒരു സ്ഥിരമായ സുഹൃത്തുമില്ല, ഒരു സ്ഥിരമായ ശത്രുവുമില്ല. ട്രംപ് പറഞ്ഞതുപോലെ നാളെ ചിലപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യില്ല എന്ന് ആര് കണ്ടു? പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ആര് കണ്ടു? വാങ്ങിയേക്കാം. പാകിസ്ഥാനിൽ ഒരു ഗവൺമെന്റ് വരികയാണ്. പാകിസ്ഥാനിൽ വരുന്ന മിലിറ്ററി ലീഡർഷിപ്പ് അവർക്ക് ഇന്ത്യയോടുള്ള മനോഭാവം മറ്റൊന്നാണ്. ഇന്ത്യയുമായി സൗഹൃദത്തിൽ പോകാം. പഴയ കാലത്ത് നമ്മൾ ഒറ്റ രാജ്യമായിരുന്നതല്ലേ, എന്തിനാണ് ശത്രുത എന്ന് അവർ വിചാരിക്കുകയാണ്.
ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് അവർ തുടങ്ങുകയാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ ഒരു സുഹൃത്തും ഒരു ശത്രുവുമില്ല. ഇവിടെ പലരും പറയാറുണ്ട് ഇസ്രായേൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇസ്രായേൽ സുഹൃത്താണ്, എന്നും അങ്ങനെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. റഷ്യ നമ്മുടെ സുഹൃത്താണ്. ഇത്രയും കാലം പതിറ്റാണ്ടുകളായി ഒരു പ്രശ്നവും ഇന്ത്യക്കും റഷ്യക്കും ഇടയിലില്ല എന്ന് പറഞ്ഞ് നാളെ അങ്ങനെ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇന്ത്യ വിരുദ്ധനായ ഒരു ഭരണാധികാരി അവിടെ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ബംഗ്ലാദേശ്. നമ്മുടെ സുഹൃത്തായിരുന്നു, ഭരണം മാറിയതോടുകൂടി ഇന്ന് ബംഗ്ലാദേശ് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം. പക്ഷെ ഇവിടെ ചിലർക്ക് എന്തിനും നരേന്ദ്രമോദിയെ കുറ്റം പറയണം. അതാണ് ചിലരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. ഈ രാജ്യത്തെയാണ് ലോകരാജ്യങ്ങൾ ബഹുമാനിക്കുന്നത്. ഈ രാജ്യം ഈ ഐക്യത്തോടെ ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോകുമ്പോഴും കുറച്ചെങ്കിലും നിലയും വിലയും ഒക്കെ ഉള്ളത്. അത് മറന്നു പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.